മൂന്നുണ്ണികളെയും വെച്ചിട്ട് എങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഐശ്വ ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വീഡിയോ കോൾ ഓണാക്കി വയ്ക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പാത്രം കഴിക്കാൻ പോകുമ്പോൾ ഇത് നല്ല പരിപാടി. വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും. അതിനിടയിൽ എല്ലാ പണികളും കഴിയണം കേട്ടോ. വെള്ളം പിടിക്കണം, കുപ്പികളൊക്കെ നിറച്ച് വയ്ക്കണം, അതൊക്കെ ഇതിനിടയിൽ നടക്കും. ഇടയ്ക്ക് പോയി അവന്മാരൊന്ന് നോക്കും. അവിടെ അടിയിടാക്കുന്നതൊക്കെ നമ്മൾ അറിയട്ടെ. അച്ഛൻ്റെ കൂടെ കളിക്കുകയാണെങ്കിലും ഒച്ചെടുക്കുമ്പോൾ ഞാൻ കൊടുക്കണമെന്ന് ഒച്ചെടുക്കും. ഓടിയിട്ടിട്ടാക്കും. ഞാൻ വെയിറ്റ് ചെയ്താൽ 3 എണ്ണത്തിൻ്റെ ഇത് കിട്ടും. അതൊക്കെ പോയി പറയണം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം ആ പാത്രം കൊണ്ട് പോണത് അവിടെ ഹാളിൽ വെച്ചിട്ട് പൂജ നിറച്ച് വയ്ക്കാനാണ് കേട്ടോ. പൂജയിലാകുമ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാമല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എല്ലാവർക്കും ചുമയാണ്. ഇപ്പം എൻ്റെ ശബ്ദതല കേട്ടതൊക്കെ മനസ്സിലാവും. എനിക്ക് നല്ല ചുമ തിരുവിച്ച് വയ്ക്കാൻ കിട്ടും. പനി എനിക്ക് ചെറുതായിട്ട് വലിയ കാര്യമായിട്ടില്ല. അവൽ നല്ല വലിയ കുഞ്ഞാവയ്ക്ക് നല്ല തിരുവിച്ച് വയ്ക്കുകയായിരുന്നു. അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞ് അവിടെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. അതൊക്കെ അതിൽ നോക്കിയിട്ട് പെട്ടുക തോന്നണം. ഇതിനിടയിൽ നാളേക്കുള്ള കറികൾക്കുള്ളതൊക്കെ റെഡിയാക്കി വയ്ക്കണേ. എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അവന്മാരവിടെ കൂടെ ഓളിയാണ്. ഭയങ്കര ബഹളാട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് അടിച്ചു വരാമെന്ന് വെച്ചു. മേശയൊക്കെ തുറയ്ക്കാം, എന്നിട്ട് അടിച്ചു വാരിയിടാന്നൊക്കെ വെച്ചു. വേഗം മേശയൊക്കെ തുറച്ച് വൃത്തിയാക്കാം. അപ്പോഴും ഫോൺ അവിടെ കൊണ്ടുവയ്ക്കും. ഞാൻ ഫോണോടത്തൊക്കെ ഫോൺ കൊണ്ടുവയ്ക്കാനുള്ള മെയിൻ പരിപാടി ഇട്ടാണ്. മേശ വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ അടിച്ചു വരലാണ്. വേഗം മേശ തുറച്ച് വൃത്തിയാക്കുക. അതിനിടയിൽ അവന്മാരോടൊക്കെ വന്നിട്ട് ടി വി കണ്ടിട്ട് ഓളിയിടുക, അച്ഛനും മക്കളും വേണ്ടിയിട്ട് വേഗം പിടിച്ച് ജോലിയെടുത്തിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ കളിപ്പാട്ടൊക്കെ ഒതുക്കി വയ്ക്കിട്ട് അവരെ അടിച്ചു വരാൻ വരാട്ടാന്നൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കാൻ. ഞാൻ വേഗം നല്ല ജോലി കൊണ്ടുവന്നിട്ട് ആ കരകളും പുറത്തൊക്കെ വേഗം അടിച്ചു വരി ഇട്ടു. അല്ലെങ്കിൽ അവരാവും ഏറ്റവും ഒരു പിടിക്കും, നല്ല ഒരു പ്രാതി പിടിക്കും. വേഗം അടിച്ചു വരി ഞങ്ങൾ വെച്ചു. ചില മക്കളായിട്ട് എനിക്ക് കളിക്കണം കേട്ടാക്കാറുണ്ട്. അതിനിടയിൽ കള്ളാപ്പി എൻ്റെ അടുത്ത് കൂടി വന്നിട്ട് അപ്പം ഇത് ചെയ്ത് ചോദിക്കാൻ കേട്ടോ. കള്ളാപ്പി അവിടെ പോയിരുന്നത് നാളേക്കുള്ള കൂട്ടാനുള്ള അരിഞ്ഞ് വയ്ക്കാണ്ട. നാളെ ഭൂരി മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയൊക്കെ നേരത്തെ അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ എണീറ്റാൽ നമുക്ക് വേഗം ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാം വേഗം ചെയ്യണം. പിന്നെ ചിക്കൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കണം. അതിനിടയിൽ നേരത്തെ തന്നെ സാമ്പാറിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. കുഞ്ഞാവൻ്റെ കയ്യിലുള്ള സമയത്ത് ഇതൊക്കെ ഞാൻ ചെയ്തു. ഏട്ടൻ പിടിച്ചിരുന്നപ്പോൾ കേട്ടോ. അപ്പോൾ വേഗം സബോളയൊക്കെ നന്നാക്കി വെക്കുക. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ അരികി. അപ്പോൾ ഒന്ന് അവിടെ പോട്ടി വന്നു. അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചല്ലേ സ്പീഡൊന്നുകൂടി കൂട്ടി. അപ്പോൾ നാളേക്കുള്ള എല്ലാ വിഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുക്കളയൊക്കെ സെറ്റാക്കി എല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാ അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ കാണിച്ചു തരാമേ. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ അടുക്കള? സൂപ്പറാണോ? നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ വല്ലാണ്ട് അവിടെ വയർത്തു പോയി. ഞാൻ നോക്കുന്നേക്കും. ഞാൻ നല്ല ഉറക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.